ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാക്ക്. നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഇന്ന് ചെയ്യുന്ന വീഡിയോ റാസ്ബെറി പൈ പ്ലസ് ഡാക്ക് പ്ലസ് അതിൻ്റെ ഡിസ്പ്ലേ, ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം റാസ്ബെറി പൈയെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പേ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ചെയ്യുന്ന ഒരു അടുത്ത വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഡാക്ക്, ഇത് റാസ്ബെറി പൈ. ഈ ഒരു റാസ്ബെറി പൈ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാപ്ടോപ്പ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റാസ്ബെറി പൈ എന്ന് വേണമെങ്കിൽ എന്നല്ല, റാസ്ബെറി പൈ ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. ചെറിയൊരു CPU അല്ലെങ്കിൽ മദർ ബോർഡ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സാധനം ഈ ഒരു റാസ്ബെറി പൈ. അപ്പോൾ ഈ ഒരു റാസ്ബെറി പൈ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വില വരുന്നത് ഒരു 5000-ന് മുകളിൽ, ഒരു 6000 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പോഴും വരുന്നത്. ഇതിന് മുമ്പ് 8000 രൂപ വരെ വില വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇപ്പം നിലവിൽ ഇതിനൊരു വില റോബോ.in കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5000-6000 രൂപയ്ക്കകത്തുള്ള ഒരു വിലയിലാണ് കിടക്കുന്നത്. അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു റാസ്ബെറി പൈ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ നമുക്ക് നമ്മുടെ ഒരു ഇതിൽ ഹൈ എൻഡ് ഡാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഡാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. അപ്പം അതുപോലുള്ള ഡിവൈസുകളിൽ നിന്നും കിട്ടുന്ന ഒരു ഓഡിയോയുടെ ക്വാളിറ്റിയിൽ നിന്നും ഒരു 40,000 രൂപ മുടക്കി ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റം വാങ്ങുമ്പോൾ, അതിലെ ഡാക്കിൽ നിന്നും കിട്ടുന്ന അതല്ലെങ്കിൽ അത്രയും വിലയുള്ള ഡാക്ക് 40,000 രൂപ ഒക്കെ വിലയുള്ള ഡാക്കിൽ നിന്നും കിട്ടുന്ന അതേ ഒരു ലെവലിലുള്ള ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്ട്രീമർ, ഓൺലൈൻ സ്ട്രീമർ നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റാസ്ബെറി പൈ പ്ലസ് ഈ ഒരു ഡാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡാക്ക് എന്ന് വെച്ചാൽ I2S എന്ന് പറയുന്ന I2S എന്നാണ് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ I2S എന്ന് പറയുന്ന ഒരു പിൻ കോൺഫിഗറേഷൻ വഴിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വർക്കാവുന്ന ഒരു രീതി അതാണ്. അപ്പം ഇത് ഈ ഒരു ഡാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ IQ ആഡിയോ ഡാക്ക് പ്രോ ആണ് ഈ ഒരു ഡാക്ക്. അപ്പോൾ ഇതൊരു ഏറ്റവും ബേസ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു ഡാക്കാണ്. നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ഡാക്കാണ് ഈ ഒരു IQ ആഡിയോ പൈ ഡാക്ക് പ്രോ. ഈ ഒരു റാസ്ബെറി പൈ എന്ന് പറയുമ്പോൾ ലിനക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. നമുക്ക് ഇതിൽ പല രീതിയിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പല പ്രോജക്റ്റുകൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകൾ നമ്മളെ കഴിവിനനുസരിച്ച് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രോഗ്രാം എഴുതി ചേർക്കുന്നതിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള റോബോട്ടിക് പോലുള്ള പല പരിപാടികളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം നമ്മുടെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ സംബന്ധമായിട്ടുള്ള യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളിമിയോ പോലുള്ള ഫ്രീ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീ സോഫ്റ്റ്വെയർസ് നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് ബലാന എച്ചർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റാസ്ബെറി പൈയുടെ തന്നെ എച്ചിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതുവഴി നമുക്ക് ഇതുപോലുള്ള ഒരു ചെറിയ മെമ്മറി കാർഡിനകത്ത്, ഇതിപ്പം സാംസങ്ങിൻ്റെ 16 GB ക്ലാസ് 10 ആണ് ഈ ഒരു മെമ്മറി കാർഡ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് 10 മെമ്മറി കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ക്ലാസ് 10 മെമ്മറി കാർഡിനകത്തേക്ക് നമുക്ക് വോളിമിയോ സോഫ്റ്റ്വെയർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും, ആ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മെമ്മറി കാർഡ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇട്ടതിന് ശേഷം ഈ ബലാന എച്ചർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഈ മെമ്മറി കാർഡിലേക്ക് ഫ്ലാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലാഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു റാസ്ബെറി പൈയിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പവർ അപ്പ് ചെയ്യുമ്പം ഈ ഒരു സോഫ്റ്റ്വെയർ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വൈഫൈ വഴി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഫോൺ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഒരു വൈഫൈ ക്രിയേറ്റ് ചെയ്യുകയും ആ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് നമ്മുടെ ഫോണിലേക്ക് അയക്കുകയും നമുക്ക് അതുവഴി ഇതിൻ്റെ എല്ലാ സെറ്റപ്പും നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സാധനം വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക്കലായിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു I2S ഡാക്ക് അല്ലെങ്കിൽ I2 ഡാക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40,000 45,000 രൂപ ഒരു മുടക്കി നമ്മളൊരു ഡാക്ക് വാങ്ങുമ്പോൾ ആ ഒരു ഡാക്കിൽ നിന്നും കിട്ടുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഇതുപോലുള്ള ഡാക്കുകളിൽ നിന്നും കിട്ടും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ബേസിക് വേർഷനാണ്. അത്ര ബേസിക് അല്ല, എന്നാലും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു 24 ബിറ്റ് വരെയുള്ള
ഒരു ഡാക് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. 24 ബിറ്റ് വരെയുള്ള ഓഡിയോ ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് നമുക്ക് ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യാം. സ്പോട്ടിഫൈ പോലെയുള്ള സോഫ്റ്റ്വെയർസ് വെച്ച് നമുക്ക് ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യാം. യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ റേഡിയോ എല്ലാം നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺലോഡല്ല, പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ കാണുന്ന 40 പിന്നുകൾ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ 40 പിന്നുകൾ വഴി നമുക്ക് ഡാക് എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടറാണ് ഡാക്. അപ്പം ഈ ഒരു റാസ്ബെറി പൈ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇതിലേക്ക് പെൻ ഡ്രൈവ് യൂസ് ചെയ്ത് നമുക്ക് ഫ്ലാക്ക് വേവ് പോലെയുള്ള നല്ല MB കൂടിയ ഫയൽസ് വളരെ ഈസി ആയിട്ടത് ഒരു സ്റ്റക്കോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ടത് വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യിപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് മോഡുകളിലൊക്കെ ചിലപ്പോൾ ലാഗ് ചെയ്തൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം വളരെ ക്ലിയറായിട്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്യിക്കുന്ന സമയത്ത് വരുന്ന ഡിജിറ്റൽ അനലോഗ് കൺവേർട്ട് അത് ഈ ഒരു പിന്ന് വഴി ഈ ഒരു ഡാക്കിലേക്ക് എത്തുകയും എന്താണോ അതിൻ്റെ ക്വാളിറ്റി അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വാളിറ്റി നമുക്ക് അതുവഴി കിട്ടുകയും ചെയ്യും. അപ്പം ഉദാഹരണത്തിന് ഒരു പാട്ടിനകത്ത് തബല എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വയലിൻ അല്ലെങ്കിൽ വീണ അതുപോലുള്ള സാധനങ്ങൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്, അത് നല്ലൊരു ആംപ്ലിഫയർ, നല്ലൊരു സ്പീക്കർ സിസ്റ്റം, നല്ലൊരു ആംപ്ലിഫയർ പോരാ, നല്ലൊരു സ്പീക്കർ സിസ്റ്റം, നല്ലൊരു ഡാക്കും പോരാ, ഇത് മൂന്നും കറക്റ്റായിട്ട് 4 കറക്റ്റായിട്ട് നിൽക്കുന്നത് റാസ്ബെറി പൈ, ഡാക്ക്, പിന്നെ ആംപ്ലിഫയർ, പിന്നെ സ്പീക്കർ സിസ്റ്റം, ഇത് എല്ലാം വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് എടുത്തറിയിക്കാൻ പറ്റും. ഇനി അതൊന്നുമല്ല, നമുക്ക് ഒരു നല്ലൊരു ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന ഡാക്കിൻ്റെ ഔട്ട്പുട്ട് എത്ര നല്ല ക്വാളിറ്റി ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം എത്ര നല്ല ക്വാളിറ്റിയിൽ വരുന്ന പാട്ട് കേൾക്കുമ്പം അത് എത്ര നമുക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടാണെങ്കിൽ പോലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. അപ്പം ആ രീതിയിലുള്ളൊരു രീതിയിലാണ് അത് വരുന്നത്. അപ്പം ഈ ഡാക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡാക്കാണ്. ഏകദേശം ഇത് നമുക്ക് ഈ ഒരു സാധനം റോബോട്ട്.ൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഈ ഒരു സാധനം റോബോട്ട്.ൽ അവൈലബിൾ ആണ്. ഇനി ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹൈ എൻഡ് വരുന്നത് ഹൈഫൈ ഡാക്കാണ്. ആ ഹൈഫൈ ഡാക്ക് നമുക്ക് ഇപ്പം നിലവിൽ റോബോയിലുണ്ട്. പിന്നെ അല്ലോബോസ് ഡാക്ക് ഉണ്ട്. അല്ലോബോസ് ഡാക്ക് നമുക്ക് റോബോയിൽ വാങ്ങിയാൽ കിട്ടും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അല്ലോബോസ് ഡാക്ക് അതിനകത്ത് കാണാനില്ല. പക്ഷേ ഹൈഫൈ ഡാക്ക് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒക്കെ നല്ല ഡാക്കാണ് ഹൈഫൈ ഡാക്ക്. ആ ഡാക്ക് ഇപ്പം നിലവിൽ കിടപ്പുണ്ട്. അപ്പം ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ കുറച്ച് IC വരുന്ന ഡാക്ക് വരുന്ന രീതിയിലുള്ള ഡാക്കുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഹൈഫൈ ഡാക്ക്, അല്ലോബോസ് ഡാക്കൊക്കെ അതിനകത്ത് കിടപ്പാണ്. അത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെയൊക്കെ നല്ല ഡാക്കുകളാണ്. അത് 32 ബിറ്റ് വരെയൊക്കെ ഉള്ള ഒരു സൗണ്ട് കാർഡാണ്. ഇപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് 24 ബിറ്റ് വരെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 16 ബിറ്റ് തൊട്ട് 24 ബിറ്റ് വരെ. മറ്റേതിൽ 16 ബിറ്റ് തൊട്ട് നമുക്ക് 32 ബിറ്റ് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡാക്കാണ് അല്ലോബോസ് ഡാക്കൊക്കെ. അപ്പോൾ ആ ഒരു ഡാക്ക് വാങ്ങാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത് വാങ്ങി ഉപയോഗിക്കാം. ഇനി നമുക്ക് വരുന്നത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് നമുക്ക് DSI ഇൻ്റർഫേസ് വഴി നമുക്ക് ഡിസ്പ്ലേയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്പ്ലേ വാങ്ങിയാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ സംഭവത്തിനെ നമുക്ക് ഡിസ്പ്ലേ വഴി വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ഫോൺ വഴിയൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി കൺട്രോൾ ചെയ്യേണ്ടി വരും. ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തെടുത്ത് ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഡാക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്ത് പിന്നെ ലോഗിൻ ചെയ്ത് അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള 1 2 പ്രാവശ്യമൊക്കെ ചെയ്ത് എടുക്കേണ്ട ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. ഇതുപോലത്തെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ കാണിക്കാം. ഫ്രണ്ട്സ്, ഇതാണ് വേവ് ഷെയറിൻ്റെ ഡിസ്പ്ലേ. ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് മെയ്ഡ് ഇൻ ചൈനയാണ്. പക്ഷേ ഈ വേവ് ഷെയറിൻ്റെ ഡിസ്പ്ലേയിൽ ഏറ്റവും വലിയ പ്രത്യേകത ക്വാളിറ്റിയാണ്. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. 1500 രൂപ മുതൽ ലോക്കൽ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ആ ഡിസ്പ്ലേ വാങ്ങിയാൽ നമ്മൾ പ്രോഗ്രാം ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ കോഡൊക്കെ എഴുതി വേണം നമ്മൾ ആ ഡിസ്പ്ലേ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. DSI ടച്ച് ഇൻ്റർഫേസ് അല്ലെങ്കിൽ DSI ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് DSI ഔട്ട്പുട്ടുണ്ട്. DSI ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് HDMI ഔട്ട്പുട്ട്. ഇതിൽ HDMI ഔട്ട്പുട്ട് നമുക്ക് വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഒരു HDMI ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് DSI ടച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു 2 പോർട്ടാണ് HDMIക്ക് വേണ്ടി അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവഴി HDMI വഴി നമുക്ക് വീട്ടിലെ TVയിലും കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ HDMI ടച്ച്, ഇതുപോലത്തെ വേവ് ഷെയറിൻ്റെ തന്നെ HDMI ടച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്.
അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ DSI വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് ഔട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ഡയറക്റ്റ് ഔട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് പ്ലഗിൻസ് ഉണ്ട്. ആ പ്ലഗിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സെറ്റിങ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ടച്ച് ഡിസ്പ്ലേയുടെ ഒരു പ്ലഗിൻസ് കിടപ്പുണ്ട്. ആ ഒരു പ്ലഗിൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ആ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ഈ ഒരു വേവ് ഷെയറിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെയാണ് വരുന്നത്. വളരെ ഈസിയാണ്. ജസ്റ്റ് സ്ട്രിപ്പ് ഇതിനകത്ത് കൊടുക്കുക, ഡിസ്പ്ലേ കൊടുക്കുക. ആ ഡിസ്പ്ലേ നമുക്ക് ടച്ചായിട്ട് നമുക്ക് ഫുള്ള് കൺട്രോൾ ചെയ്യും. ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഡിസ്പ്ലേക്ക് കുറച്ച് വിലയുണ്ട്. ഏകദേശം 4000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. ഞാൻ എന്തായാലും ഡിസ്പ്ലേ കാണിക്കാം. ഫ്രണ്ട്സ്, ഇതാണ് DSI ടച്ച് ഡിസ്പ്ലേ. 5 ഇഞ്ച് വലിപ്പത്തിലുള്ള DSI ടച്ച് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ടച്ച് വെച്ച് ഇപ്പോൾ കീബോർഡോ മൗസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഫുൾ ടച്ച് ആയിട്ട് നമുക്കിത് ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഒരു DSI പോർട്ടാണ്. ഈ ഒരു DSI പോർട്ട് നമുക്ക് ഈ നമ്മുടെ ഡാക്കിൽ ഉള്ള DSI പോർട്ട്, ഈ ഒരു കാണുന്ന DSI പോർട്ടിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുത്തതിന് ശേഷം ഈ ഒരു DSI പോർട്ടിലേക്ക് സ്ട്രിപ്പ് വഴി ആ ഒരു സ്ട്രിപ്പ് ഇവിടെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് വഴി നമ്മൾ അതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡിസ്പ്ലേ ഓൺ ആവുകയും നമുക്ക് ഈ ഒരു റാസ്ബെറി പൈയെ ഫുള്ള് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഈ ഒരു ഡിസ്പ്ലേ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഷെയറിൻ്റെ 5 ഇഞ്ച് ഫുള്ള് DSI ടച്ച് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു DSI വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും നമുക്ക് അങ്ങറ്റം പോയാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സെറ്റപ്പാണ് ഈ ഒരു ഡിസ്പ്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ വെച്ച് നമുക്ക് ഫോൺ പോലെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ 3 ആമ്പിയറിൻ്റെ 5 വോൾട്ട് ചാർജറാണ് നമ്മൾ കൊടുക്കാനുള്ളത്. റാസ്ബെറി പൈയുടെ തന്നെ ചാർജർ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 700-800 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ IPS ഡിസ്പ്ലേ ആണ്. പിന്നെ കൂടാതെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള ടഫൻ ഗ്ലാസ് ആണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ വീണാൽ പൊട്ടിപ്പോവും, എന്നാലും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള PCBയും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേയും കൂടെ ആണ് ഈ ഒരു DSI ടച്ച് ഡിസ്പ്ലേ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു 4000-ന് മുകളിലാണ് ഇപ്പം ഇതിൻ്റെ ഒരു വില വരുന്നത്. അപ്പം ഈ ഒരു റാസ്ബെറി പൈ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന ആ ഒരു സ്ക്രൂ കാണിച്ചിട്ടുണ്ട്. ആ സ്ക്രൂവിലേക്ക് നമുക്ക് ഇവിടെ വച്ചതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയും ഇവിടെ നിന്നുള്ള ആ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്ട്രിപ്പ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് റൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവരതിനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര സെറ്റപ്പായിട്ടുള്ളൊരു പരിപാടിയാണ് ഇത്. നല്ലൊരു പരിപാടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഡാക്ക് വാങ്ങിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു I2S എങ്ങനെയാണ് നമുക്കിവിടെ വയ്ക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാൻ അതൊന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടെ വരുന്ന സെറ്റപ്പ്. നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പിൻ ടു പിൻ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാക്കുകൾ തമ്മിൽ അതായത് ഡാക്കും ആ ഒരു മൈക്രോ കമ്പ്യൂട്ടറും വഴി നമ്മൾ കണക്ട് ചെയ്യുന്നത് I2S I2S എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജിയിൽ വയറുകളില്ല, പിൻ ടു പിൻ കണക്ട് ചെയ്ത് വച്ചൊക്കെയാണ്. അത്രയും ഷോർട്ട് വേ ആണ്. ഇത്രയും കാണുന്ന ഷോർട്ട് വേ ആണ്. ഈ ഒരു ഷോർട്ട് വേ വഴി നമുക്ക് ഓഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിഗ്നൽസ് ഡാക്ക് ഡിജിറ്റൽ സിഗ്നൽസ് ഈ ഒരു ചെറിയ ഷോർട്ട് വേ കൂടെയാണ് ഈ ഒരു ഡാക്കിലെത്തുന്നത്. അപ്പോഴേ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അത്രയ്ക്ക് നോയ്സ് കുറയുകയാണ് ചെയ്യുന്നത്. വളരെ നോയ്സ് ലെസ് ആയിട്ടുള്ള സിഗ്നൽസ് നമുക്ക് ഔട്ട്പുട്ടിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്റ്റീരിയോ ജാക്ക് വഴി അല്ലെങ്കിൽ ഈ ഒരു 3.5mm ജാക്ക് വഴി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹെഡ്ഫോൺ ഔട്ടും നമുക്ക് ഹെഡ്ഫോൺ വഴി പാട്ട് കേൾക്കാൻ പറ്റുന്നൊരു ഔട്ടും ഇത് ഒരു അനലോഗ് 2 സ്റ്റീരിയോ ഔട്ടുമാണ് വരുന്നത്. അപ്പം നമുക്ക് ഹെഡ്ഫോണിൽ പാട്ട് കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുവഴി ഔട്ട് എടുക്കാം. ഇല്ല, ഇനി നമുക്ക് സ്റ്റീരിയോ ആയിട്ട് അനലോഗ് സിഗ്നൽ എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതിന് വേണ്ടി ചെറിയൊരു പ്രിയാമ്പ് സെക്ഷനും കൂടെ ഇവിടെ കാണുമായിരിക്കും. ഇതിന് ഡയറക്റ്റ് ഔട്ട് ഡാക്ക് ഔട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഡാക്ക് ഔട്ട് എടുത്ത് നമ്മൾ ഏതെങ്കിലും നല്ല ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഡാക്കിൻ്റെ ഒരു ഔട്ട്പുട്ട് ആ ഒരു പാട്ടിൽ നല്ല പാട്ടൊക്കെയാണ് നിങ്ങൾ പ്ലേ ചെയ്യിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ലെവൽ ഒരു 10,000-12,000 രൂപയിൽ വച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിലൊരു സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അത്രയും ക്യാഷ് മുടക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇത്രയും ചെറിയ സെറ്റപ്പിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ഡാക്ക് പ്ലെയർ, നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് പ്ലെയർ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സെറ്റപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇത് വച്ച് ടൈറ്റ് ചെയ്യുന്നതിനൊക്കെ ഉള്ള സെറ്റപ്പ് സ്ക്രൂ ഇതുപോലത്തെ ആ ഒരു നല്ല ക്വാളിറ്റിയിലുള്ള സ്പേസറും അതിൻ്റെ സ്ക്രൂ ഒക്കെ അവർ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു ചിലവ് വരുന്നത് 12,000 രൂപയ്ക്കകത്തൊക്കെ, ഏകദേശം ഒരു 10,000 12,000 ആ റേഞ്ചിനകത്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ചിലവ് വരുന്നത്. വെൽ സെറ്റപ്പാണ് ഇത്. പിന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ, ഇതൊന്ന് പണിഞ്ഞെടുക്കാനായിട്ട് ഒരു അല്പം നമ്മൾ മെനക്കെട്ട് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈസിയാണ്, പക്ഷേ കുറച്ചൊന്ന് മെനക്കെട്ട് ഇരുന്ന് നമ്മളിത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളൊരു കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി ചെയ്യണം. അതല്ലെങ്കിൽ സമാധാനപരമായിട്ട് നമ്മളത് നോക്കിയും കണ്ടൊക്കെ ചെയ്യേണ്ട പരിപാടിയാണ്. പക്ഷെ നല്ല ഓഡിയോ ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഡാക്കാണ്. ഈ ഒരു സെറ്റപ്പ് ചെയ്യുന്നതിന് നമുക്ക് നല്ലൊരു വൈഫൈ ആവശ്യമാണ്. വീട്ടിലൊരു വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോണും ഈ ഒരു റാസ്ബെറി പൈ ഒരു വൈഫൈയിൽ നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ വോളിമിയോയുടെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും നമുക്ക് ഒരു വീട്ടിലൊരു വൈഫൈ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് വേണം. ആ ഒരു വയേർഡായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ടിൽ ആ ഒരു ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതേ സമയത്ത് ഇതിൽ നിന്നൊരു വൈഫൈ അത് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ലിങ്ക് നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരികയും ചെയ്യുന്നു. ആ ഒരു അയച്ചു തരുന്ന ലിങ്ക് വഴി നമ്മൾ കയറി ഇതിനെ സെറ്റപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അതിത്തി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഏതായാലും നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കത് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ വളരെ ഈസിയായിട്ട് റൺ ചെയ്യിപ്പിക്കും. അപ്പം അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എൻ്റെ ഇവിടെ കുറച്ച് ഇൻ്റർനെറ്റ് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. കാര്യം എൻ്റെ ഫോണിലെ ഇൻ്റർനെറ്റ് വഴിയാണ് ഞാനത് ചെയ്യാൻ നോക്കിയത്. പക്ഷേ അത് പറ്റിയില്ല. ഈ ഒരു പ്രാവശ്യം അത് പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് 2 ഫോൺ വേണം. ഒരു വൈഫൈ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പും പിന്നെ വേറൊരു ഫോൺ വെച്ച് ഇതിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വൈഫൈ മസ്റ്റാണ്. എന്തായാലും നമുക്ക് വൈഫൈയോ വയേർഡായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനോ മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഒന്ന് മെനക്കെട്ട് സമയം കണ്ടെത്തുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്കിത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് വളരെ ഈസിയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയുടെ വില വരുന്നത് 4,000-ന് മുകളിലാണ്. ഒരു ഡാക്കിൻ്റെ വില വരുന്നത് 2,000-ന് മുകളിലാണ്. ഈ ഒരു റാസ്ബെറി പൈയുടെ വില വരുന്നത് ഏകദേശം 5,000 രൂപയ്ക്ക് മുകളിലാണ്. പിന്നെ ഒരു മെമ്മറി കാർഡിൻ്റെ വില വരുന്നത് 500 രൂപയ്ക്ക് അകത്താണ്. അപ്പോൾ ഇത്രയും ക്യാഷ് നമ്മൾ മുടക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുക. കാര്യം നല്ല ഒരു 30,000-40,000 രൂപയുടെ ഡാക്കിനൊക്കെ ലക്ഷങ്ങൾ വിലയുണ്ട്. പക്ഷേ നമുക്കൊരു ഡാക്ക് നല്ല മാന്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഡാക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 30,000-40,000 രൂപ വരെ നമ്മൾ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു സെറ്റപ്പിലുള്ള ഡാക്കിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലുള്ള റാസ്ബെറി പൈയിൽ നിന്നും ഡാക്ക് വഴി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത്രയും ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള ഓഡിയോ നമുക്ക് കേൾക്കാം. ഇപ്പം ഓൺലൈൻ സ്ട്രീമിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് പെൻ ഡ്രൈവിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വഴി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു സെറ്റപ്പാണ്, വെൽ സെറ്റപ്പാണ്. നിങ്ങൾക്ക് വാങ്ങാവുന്ന, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സെറ്റപ്പുകൾ തന്നെയാണ്. പെൻ ഡ്രൈവ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 4 പോർട്ടുണ്ട്. 4 പോർട്ടിൽ നമുക്ക് എവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പാട്ട് പ്ലേ ചെയ്യിക്കാനും പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുക, വാങ്ങി ഉപയോഗിക്കുക. ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഒരു പ്രോജക്റ്റ് ഇതേപോലത്തെ ഒരു പ്രോജക്റ്റ് ഇനി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റുകളെല്ലാം ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിടുന്നതാണ്. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് വരികയും അത് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ, ആംപ്ലിഫയേഴ്സിൻ്റെ ബോർഡുകൾ, സ്പീക്കേഴ്സ്, ഇതിൻ്റെ എല്ലാ റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ ഇതുപോലുള്ള ഓഡിയോ സംബന്ധമായിട്ടുള്ള നല്ല നല്ല പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഡൈ ആഡിയോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പല പുതിയ ടെക്നോളജി അല്ല, ഇത് വളരെ പഴയ ടെക്നോളജിയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ആ ടെക്നോളജികളെല്ലാം നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടിയില്ല, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡാവേണ്ടതാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ പറഞ്ഞ് പോവുകയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയി, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.